ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയം കൊണ്ടുവന്ന് കാണികളെ ഞെട്ടിച്ച ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള ബാലാമണിയാണ്. ഏത് സ്കൂളിൽ നിന്നാണ് ബാലാമണി? ഞാൻ ഹരിപ്പാട് ഗേൾസ്. ഓക്കെ, എന്താണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യവും പിന്നെ സാമൂഹിക പ്രാധാന്യവും ഉള്ള ഒരു വിഷയമാണ്. എന്താണ് ഇത് പിക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നടക്കുന്ന കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. സോ അതുകൊണ്ട് അതങ്ങ് സെലക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൂടുതൽ സെലക്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ വന്ദനദാസിൻ്റെ കൊലപാതകം, അതുപോലെ തന്നെ ആലുവയിലെ പെൺകുട്ടിയുടെ മരണം, പിന്നെ തെരുവ് നായ വിഷയം, ഇതൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം, ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, അതങ്ങനെ അധികം കണ്ടില്ല. അതെന്താന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ കുറച്ചും കൂടെ പാടാം. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു. അച്ഛനും പറഞ്ഞു, പിന്നെ സാർ എനിക്ക് എഴുതി തന്നു. ഓച്ചറ സജ്ജ് സാറാണ് എന്നെ പഠിപ്പിച്ചത്. ഈ പാടുള്ള വിഷയം സെലക്ട് ചെയ്തു, അപ്പോൾ ടെൻഷൻ ഇല്ലായിരുന്നു? ടെൻഷൻ കയറുന്നതിന് മുമ്പ് ടെൻഷനുണ്ട്, അത് എല്ലാത്തിനും ഓഫ് കോഴ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ അത് കുളവായിപ്പോൾ. സോ അതുകൊണ്ട് പേടിയുള്ളത് നല്ലതാണ്. ഇതിനു മുമ്പേ ഒരു മഹാഭാരതം റെഫറൻസ് കണ്ടായിരുന്നു, ദുര്യോധനൻ പിന്നെ ഗാന്ധാരിയുടെ ഇത് വെച്ചിട്ട്. അത് സെയിം തന്നെയായിരുന്നു ജില്ലയിലും ചെയ്തത്. അത് എന്താണ് ആ ഒരു റെഫറൻസ് വെച്ച് ഇതിലേക്ക് കടക്കാൻ കാരണം എനിക്ക് കുറച്ചും കൂടെ ഡയലോഗ് പക്കയാണ്. പിന്നെ ഇതിനകത്താണെങ്കിൽ കുറച്ചും കൂടെ പല മോഡുലേഷൻ മാറുന്നു, പല ക്യാരക്ടർ പെട്ടെന്ന് ചേഞ്ച് ആവുന്നു. ഇച്ചിരി കൂടെ ടഫാണ് സാധാരണത്തെക്കാളും. സോ അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം ആദ്യം തൊട്ടേ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു? ഇല്ലില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷം ജില്ലാ ഫസ്റ്റ് ആയിരുന്നു, UP ആയിരുന്നു. സോ ജില്ലാ ഫസ്റ്റ് ആയിരുന്നു. അന്ന് ഞാൻ ചെയ്തത് ബഷീറിൻ്റെ ആകാശമിട്ടായി എന്ന് പറയുന്നൊരു ടോപ്പിക്കായിരുന്നു. പിന്നെ ഹൈസ്കൂൾ വന്നപ്പോൾ കുറച്ചും കൂടെ കട്ടികളായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് സെലക്ട് ചെയ്തു. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പെർഫോമൻസ് ഒന്ന് കാണാമോ? വേണ്ട, എനിക്കെൻ്റെ കണ്ണുകൾ തുറക്കേണ്ട. ദൈന്യത നിറഞ്ഞ് ഭീകരമായ കരളലിയിക്കുന്ന ഈ കാഴ്ചകൾ കാണാൻ എനിക്കെൻ്റെ കണ്ണിലേക്ക് അഴിക്കേണ്ട. നിത്യമായ അന്ധതയാണ് എനിക്ക് ആവശ്യം. യുദ്ധത്തിൽ ആരും തന്നെ ജയിക്കുന്നില്ല. യുദ്ധത്തിന്റെ അനന്തരഫലം ദാരിദ്ര്യവും വേദനയും മാത്രം. യുദ്ധത്തിന്റെ ആത്യന്തിക വിജയം മരണം മാത്രം. എങ്ങനെ ഇത് ഇപ്പോൾ ഈ മോണോ ആക്ട് അതുപോലെ തന്നെ മറ്റേതെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ ആക്ടിങ് ആണ് എന്നെ കൂടുതൽ ഇഷ്ടം. സോ അതുകൊണ്ട് ഞാൻ അതിലോട്ട് കയറുന്നു. ഇപ്പം സർഗോത്സവം വന്നു. സർഗോത്സവത്തിൽ ആക്ടിങ്ങിൽ ജില്ലയിൽ സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ സ്റ്റേറ്റ് മത്സരിക്കണം. പിന്നെ ഇത് കഴിഞ്ഞു, ഇതിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അറിഞ്ഞൂടാ. ബാലാമണി എന്നാണ് പേര്. നന്ദനത്തിലെ ബാലാമണിയെ പോലെ സിനിമയിലെത്തുമെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല. അതിനുള്ള പരിശ്രമമാണ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ആശംസകളും നേരാം. സി മലയാളം ന്യൂസിന് വേണ്ടി രജീഷ് നരിക്കുനിക്കൊപ്പം അജയ് സുധാപിച്ചു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.